ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 23 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 24-ാമത്തെ ശ്ലോകം നോക്കാം. നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാത്താനനം ദീപ്തവിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യഥിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണോ. വിഷ്ണോ, ഹേ വിഷ്ണുരൂപ, അല്ലയോ സർവവ്യാപിയായവനെ. നഭസ്പൃശം, നഭസ്സിനെ സ്പർശിക്കുന്ന, അതായത് ആകാശം മുട്ട വലിപ്പമുള്ളവനും ദീപ്തം ജ്വലിക്കുന്നവനും അനേക വർണ്ണം പല നിറങ്ങളുള്ളവനും വ്യാത്താനനം പിളർന്ന വക്ത്രത്തോടു കൂടിയവനും പിളർന്ന വായോടു കൂടിയവനും ദീപ്ത വിശാല നേത്രം ജ്വലിക്കുന്ന വലിയ കണ്ണുകളുള്ളവനുമായ ത്വാം അങ്ങയെ ദൃഷ്ട്വാ കണ്ടിട്ട് പ്രവ്യഥിത അന്തരാത്മഃ ഉള്ളിൽ ഭയം നിറഞ്ഞ ഞാൻ ധൃതിം ന വിന്ദ ധൈര്യമുള്ളവനാകുന്നില്ല, അതായത് ധൈര്യം നഷ്ടപ്പെട്ടവനായിത്തീരുന്നു. ശമം ച ശാന്തചിത്തനുമാകുന്നില്ല, എന്ന് വച്ചാൽ ശാന്തി നഷ്ടപ്പെട്ടവനുമാകുന്നു, അശാന്തചിത്തനുമാകുന്നു. അല്ലയോ സർവവ്യാപിയായവനെ വിഷ്ണുരൂപ, ആകാശം മുട്ട വലിപ്പമുള്ളവനും ജ്വലിക്കുന്നവനും പല നിറങ്ങളുള്ളവനും പിളർന്ന വക്ത്രത്തോടു കൂടിയവനും പിളർന്ന വായോടു കൂടിയവനും ജ്വലിക്കുന്ന വലിയ കണ്ണുകളുള്ളവനുമായ അങ്ങയെ കണ്ടിട്ട് ഉള്ളിൽ ഭയം നിറഞ്ഞ ഞാൻ ധൈര്യം നഷ്ടപ്പെട്ടവനായിത്തീരുന്നു, അശാന്തചിത്തനായിത്തീരുന്നു. അർജുനൻ്റെ ആ വിവരണം തുടരുകയാണ്. വിരാട് രൂപ ദർശനം ലഭിച്ച അർജുനൻ ആ രൂപത്തെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റി വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമെല്ലാം വളരെ മനോഹരമായ രൂപമായിരുന്നു. പിന്നീട് അതിഭീകരമായ കരാളമായ രൂപമാണ് പിന്നീട് കാണുന്നത്. അത് കണ്ട് അർജുനൻ ഭയവിഹ്വലനാവുകയാണ്. അതാണ് പറയുന്നത്, അല്ലയോ സർവവ്യാപിയായ വിഷ്ണു ഭഗവാനെ, ആകാശം ഒട്ടുന്ന രൂപമാർന്ന അനേകം ജ്വലിക്കുന്ന വർണ്ണങ്ങളോടുകൂടിയ പിളർന്ന വക്ത്രത്തോടു കൂടിയ ജ്വലിക്കുന്ന വലിയ കണ്ണുകളോടുകൂടിയ അങ്ങയുടെ ഈ ഭീതിയുളവാക്കുന്ന രൂപം ദർശിച്ചിട്ട് എൻ്റെ ഉള്ളിൽ ഭയം നിറയുന്നു, എൻ്റെ ധൈര്യവും സമനിലയും നഷ്ടമാകുന്നു. ഇതാണ് അർജുനൻ്റെ മാനസിക ഭാവമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ നിമിഷം കാണുന്ന രൂപമല്ല അടുത്ത നിമിഷം കാണുന്നത്. രൂപങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭഗവത് ശരീരത്തിൽ. ഭയമുളവാക്കുന്ന രൂപങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തുടക്കത്തിൽ കണ്ടത് വളരെ മനോഹരമായ നല്ല അലങ്കാരങ്ങളോടുകൂടിയ നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ സുന്ദരമായ രൂപങ്ങളായിരുന്നെങ്കിൽ പിന്നീട് കാണുന്നത് ഭയമുളവാക്കുന്ന രൂപങ്ങളാണ്. ഇതെല്ലാം കണ്ട് ഭയചകിതനായി ധൈര്യമെല്ലാം ചോർന്നുപോയി സമനില തെറ്റി നിൽക്കുകയാണ് അർജുനൻ. ആ അവസ്ഥയിലാണ് ഇത്തരം ജൽപ്പനങ്ങൾ അർജുനൻ നടത്തുന്നത്. അപ്പോൾ അർജുനൻ കണ്ട ആ വിരാട് രൂപം എത്രമാത്രം ഭയാനകമായിരുന്നു എന്ന് നമുക്കും ചിന്തിക്കാവുന്നതാണ്.
അപ്പോൾ ആ രൂപം അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വിരാട് രൂപദർശനം. അതിൻ്റെ വിവരണം വീണ്ടും അർജുനൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.